പാഠം 665. നിരാഹാരം 1-ാം ദിവസം. ഹലോ, അതെ സത്യഭാമിയാണ്. ആ രാജീവേ, ഓ ഓർമ്മയുണ്ട്. ഇല്ല, തീരുമാനമായിട്ടില്ല. ഞാൻ മോഹനോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. ഇന്ന് തന്നെ വിളിക്കാം. അതൊക്കെ എനിക്കറിയാം. ശരി. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. കേൾക്കുന്ന പാടെ നടക്കില്ലെന്ന് പറയരുത്. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ടേ ചാടിക്കടിക്കാൻ വരാവുള്ളൂ. അപ്പൊ ചാടിക്കടിക്കേണ്ട വിഷയമാണ് എന്ന് ഉറപ്പായി. എന്താണ് സംഭവം? ഞാൻ എന്റെ സ്കൂട്ടർ വാങ്ങിട്ട് എത്ര കൊല്ലമായി? 2 കൊല്ലം. അതങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ സ്കൂട്ടർ വാങ്ങിച്ചാലോ? അല്ല, ഇപ്പോ പുതിയ മോഡൽ സ്കൂട്ടർ ഇറങ്ങുന്നുണ്ട്. ഇതിനെക്കാട്ടിലും സൗകര്യവും ഭംഗിയൊക്കെ ഉള്ളത്. ഞാൻ ഈ പഴഞ്ച സ്കൂട്ടർ കൊണ്ട് എത്ര നാളെന്ന് വെച്ചാ നടക്കുന്നത്? അങ്ങനെ പുതിയ മോഡലുകളൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ വാങ്ങണമെന്ന് തീരുമാനിച്ചാൽ എപ്പോഴും ഓരോ സ്കൂട്ടറുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കേണ്ടി വരില്ലേ? നീ ഇപ്പോ ഈ സ്കൂട്ടർ മാറ്റി പുതിയ സ്കൂട്ടർ വാങ്ങിക്കുകയാണെന്ന് കരുതുക. 2 മാസം കഴിയുമ്പോൾ അതേ കമ്പനിക്കാർ കുറച്ചുകൂടി ഭംഗിയുള്ള, കുറച്ചുകൂടി സൗകര്യമുള്ള വേറൊരു സ്കൂട്ടർ രംഗത്ത് കിടക്കും. അപ്പൊ അത് വാങ്ങേണ്ടി വരില്ലേ? ഭാമേ, കമ്പനിക്കാരുടെ ജോലി മാസാമാസം പുതിയ പുതിയ സ്കൂട്ടറുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ജോലി അത് വാങ്ങുക എന്നുള്ളതല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പുതിയ സ്കൂട്ടർ വാങ്ങുന്നതിന് ചെലവാകുന്ന പൈസയെ കുറിച്ച് ഓർത്താണെ വിഷമിക്കണ്ട. ഒരൊറ്റ പൈസ പോലും മോഹനോട് തരണ്ട. പൈസ കൊടുക്കാതെ സ്കൂട്ടറോ? മോഷ്ടിക്കാണല്ലോ പരിപാടി. അല്ലോ, ഈ സ്കൂട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പുതിയ സ്കൂട്ടർ തരും. കൂടുതലായി വരുന്ന പൈസക്ക് അവർ ലോൺ ഏർപ്പാടാക്കി തരും. ഓഹോ, കടം വാങ്ങിച്ച് സ്കൂട്ടർ വാങ്ങാനാണ് പരിപാടി. ആമേ, ഇതുവരെ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും കടം വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എന്റെ ഭാര്യയും അത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നിനക്ക് ഇപ്പോഴുള്ള ഈ സ്കൂട്ടർ തന്നെ തീർത്തും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പുതിയ സ്കൂട്ടർ വാങ്ങുന്ന കാര്യം ആലോചിക്കുക പോലും വേണ്ട. ഞാൻ സമ്മതിക്കില്ല. സാറേ, നമസ്കാരം സാറേ. കേശവൻകുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാൻ സാറ് പറഞ്ഞിരുന്നു. ഒരു 12 മണിയാകുമ്പോ കേശവൻകുട്ടി വില്ലേജ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ സാറേ? 12 മണിയാകുമ്പോ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോവും. കുഴപ്പമില്ല. കൃത്യം 11:30 വരാൻ കേശവൻകുട്ടിയോട് പറഞ്ഞേക്കൂ. ശരി ശരി. കേശവൻകുട്ടിക്ക് വീട് വെക്കാൻ ലോൺ എടുക്കാനല്ലേ ഉത്തമ ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്? ലോൺ എടുക്കുന്ന മഹാഭാവമാണെന്ന് കരുതുന്ന ഒരു വില്ലേജ് ഓഫീസർ അങ്ങനെ ഒരു ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് തരുവോ? അല്ല, സർട്ടിഫിക്കറ്റിന് താഴെ ഭവന വായ്പ വാങ്ങുന്നതിന് ബാങ്കിൽ ഹാജരാക്കുന്നതിലേക്കായി ഈ സർട്ടിഫിക്കറ്റ് തരുന്നു എന്ന് എഴുതണ്ടേ? പിന്നെ അതെഴുതണം. അതെങ്ങനെ ഈ വില്ലേജ് ഓഫീസർക്ക് എഴുതാൻ പറ്റും? വായ്പ ആരും വാങ്ങാൻ പാടില്ല. പാടില്ലേ? എന്താ സാറേ പ്രശ്നം? ഉത്തമൻ ആ സ്കൂട്ടർ വാങ്ങിയിട്ട് എത്ര നാളായി? അത് ഒരു 5 കൊല്ലമായി കാണും. 5. എന്നിട്ട് ഇതുവരെ ആ സ്കൂട്ടർ ഒന്ന് മാറ്റി വാങ്ങണമെന്ന് ഉത്തമന് തോന്നാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നാത്തൊന്നുമല്ല സാറേ, അതിനുള്ള പൈസ വേണ്ടേ? സ്കൂട്ടർ കമ്പനിക്കാർ ലോൺ തരുമെന്നാണല്ലോ ചിലർ പറയുന്നത്. ലോണ് തരയൊക്കെ ചെയ്യും സാറേ, പക്ഷെ ഈ അടവില്ലേ, തിരിച്ചടവ്. ഉത്തമന് ആ ബോധമുണ്ട്. പക്ഷെ ഈ നിൽക്കുന്ന വക്കോലിന് ആ ബോധമില്ല. എന്ത് കണ്ടാലും അങ്ങ് വാങ്ങണം. മോഹനേട്ടൻ നീ എന്തെല്ലാം ന്യായം പറഞ്ഞാലും ഞാൻ പുതിയ സ്കൂട്ടർ വാങ്ങിക്കും. അതിനെനിക്ക് മോഹനേട്ടന്റെ സഹായം ആവശ്യമില്ല. കാരണം എന്റെ പേരിലുള്ള സ്കൂട്ടർ ഞാൻ അവർക്ക് കൊടുക്കും. ബാക്കി വരുന്ന തുകയ്ക്കുള്ള വായ്പാ അപേക്ഷ ഒപ്പിട്ട് ഞാൻ കൊടുക്കും. പുതിയ സ്കൂട്ടർ വാങ്ങുന്നു, ഞാൻ ഓടിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നടന്നിരിക്കും. നമസ്കാരം. അയ്യോ, എന്താണ് നോക്കില്ലേ പ്രശ്നം? ഒന്നുമില്ല ഉത്തമ.
എനിക്ക് സ്കൂട്ടർ ഒന്ന് മാറ്റി പുതിയത് വാങ്ങണം. ചെറിയൊരു ലോൺ എടുത്താൽ മതി. മാസം പരമാവധി 1000 രൂപയെ ചെലവാവുള്ളൂ. അത് പറഞ്ഞപ്പോ വില്ലേജ് സമ്മതിക്കുന്നില്ല. അത് കാശിന്റെ കാര്യം ഓർത്തിട്ട് മാത്രമൊന്നും അല്ല. പുതിയ സ്കൂട്ടറിൽ ഞാൻ ചുറ്റിയടിക്കുന്നത് വില്ലേജ് അത്ര സഹിക്കൂല. അത് തന്നെയാണ് കാര്യം. പക്ഷേ വക്കീലിന്റെ ഇപ്പോഴത്തെ വണ്ടി ബെസ്റ്റ് വണ്ടിയല്ലേ, പിന്നെ എന്തിനാ വിൽക്കുന്നേ? അത് പഴയതായില്ലേ ഉത്തമ. ഞാൻ തന്നെ വാങ്ങി 14 കൊല്ലം പഴക്കമുണ്ടായിരുന്നില്ലേ. ഇനി ഈ പഴഞ്ച സ്കൂട്ടറോട് കോടതി പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. കണ്ടിരിക്കുന്ന ആളുകൾ എന്ത് കരുതും? സംഭവം ശരിയാണ്, പക്ഷെ സാറ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്ക് സാറിന്റെ സമ്മതം ആവശ്യമില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം എന്താ ചെയ്യാൻ പറ്റുമെന്ന്. മോഹനേട്ട, ഈ കാര്യത്തിൽ വെറുതെ വാശി പിടിച്ച് നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടാവണ്ട. ഞാൻ എന്തായാലും പുതിയ സ്കൂട്ടർ വാങ്ങും. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞാ പോരാ, പറ്റില്ലാത്തതിന്റെ കാരണം കൂടി എനിക്കറിയണം. എനിക്കത് ഇഷ്ടമല്ല. അതൊരു കാരണമല്ലല്ലോ. മോഹനേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ എനിക്ക് മോഹനേട്ടന്റെ സഹായം ആവശ്യമേ ഇല്ല. എന്റെ സ്കൂട്ടർ വിറ്റ് ഞാൻ പുതിയൊരു സ്കൂട്ടർ വാങ്ങും. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മോഹനേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ചുമ്മാ ഇത്ര വാശി പിടിച്ചോണ്ടിരിക്കണേ. വന്ന് വലുതും കഴിച്ച് ആഫീസിൽ പോവാന്നൊക്കെ. എനിക്ക് കാപ്പി വേണ്ട. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നീ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചാൽ മതി. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിക്കില്ല. പിന്നെന്ത് ചെയ്യാൻ പോണു? കഴിക്കുകയേ ഇല്ല. പുതിയ സ്കൂട്ടർ നീ വാങ്ങില്ല എന്ന് എന്നോട് പറയാതെ ഞാൻ ഒന്നും കഴിക്കില്ല. നിരാഹാര സമരം. എന്തേലും പ്രയോജനമുള്ള കാര്യത്തിന് ഇത് ചെയ്യുന്നല്ലേ മോഹനേട്ട നല്ലത്? പ്രയോജനം ഉണ്ടാവോ ഇല്ലേ നോക്കാം. ഭാമേ, ഞാൻ തമാശ പറയല്ല. പുതിയ സ്കൂട്ടർ വാങ്ങണ്ട എന്ന് നീ തീരുമാനിക്കാതെ ഞാൻ ഒരു ഭക്ഷണം കഴിക്കില്ല. സത്യം. ഓ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. സ്കൂട്ടർ ഞാൻ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ കാഞ്ഞിന്റെ സാറിന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. സന്തോഷം. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ പ്രഫേ. എന്നും വിചാരിക്കും ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് എവിടെയാ നേരം? ഞാൻ പണ്ട് തലക്കുളം വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലത്തെ അവിടെ ഒരു പത്മാവതി സാർ ഉണ്ടായിരുന്നു. അവരന്ന് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാ. എല്ലാ ദിവസവും വരുമ്പോ 2 പാത്രം ഉണ്ടാവും കയ്യിൽ. ഒന്ന് അവർക്കുള്ള ഉച്ചഭക്ഷണം, മറ്റതിൽ ഞങ്ങൾ ബാക്കി ജോലിക്കാർക്കുള്ള എന്തെങ്കിലും. ചില ദിവസം പലഹാരമായിരിക്കും, ചില ദിവസം മീൻകറിയോ ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ആഫീസിൽ വരുന്ന പെണ്ണുങ്ങള് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാലല്ലേ എന്നെ പോലുള്ളവർക്ക് വായ്ക്കുരുചായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റൂ. പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുവരണോന്നില്ലല്ലോ ശിശുപാലൻ ചേട്ടാ. ചേട്ടന്റെ വീട്ടിലുണ്ടാക്കുന്ന വല്ലതും ഞങ്ങൾക്കും കൊണ്ടുവരാവുന്നതാണ്. അതെ, നന്നായിരിക്കും. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കുള്ളത് ഉണ്ടാക്കുന്നതിന് അവക്ക് വലിയ പ്രയാസമാണ്. ഇനി ഓഫീസിലുള്ളവർക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലേ അവള് ചൂലെടുക്കും. നിങ്ങൾ പെണ്ണുങ്ങളാകുമ്പോ പ്രശ്നമില്ലല്ലോ. അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നു, ആരൊക്കെ കഴിച്ചു, ആർക്കൊക്കെ കൊടുത്തു എന്നൊന്നും വീട്ടിലെ ആണുങ്ങൾക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടാക്കി ബാഗ് വെച്ചോണ്ട് ഇങ്ങോട്ട് വന്ന ആര് ചോദിക്കാൻ? ഞാനിതിങ്ങനെ ഒളിച്ചു കൊണ്ടുവന്നൊന്നുമല്ല. പ്രഹ്ലാദൻ ചേട്ടനോട് പറഞ്ഞിട്ട് തന്നെയാ കപ്പയും മീൻകറിയും കൊണ്ടുവന്നത്. അത് പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ ഒറ്റ കാര്യേ പറഞ്ഞോളൂ, ഇതൊരു ശീലമാക്കണ്ടാന്ന്. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് വലിയ ചിരിയും ബഹളമൊക്കെ? അങ്ങനെയൊന്നും ഇല്ല സർ. ഞാൻ പറയാം സാർ. കാഞ്ചന സാർ എപ്പോഴും പറയും വീട്ടിൽ കപ്പയും മീനും വെക്കുന്ന കാര്യം. എല്ലാ ദിവസവും അതിങ്ങനെ പറയുന്ന കേട്ടപ്പോ ഞാൻ പറഞ്ഞു വീട്ടിലെ കപ്പയും മീൻകറിയുടെ വിശേഷം പറഞ്ഞോണ്ട് നടക്കാതെ കുറച്ചുണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇന്ന് കാഞ്ചന സാറ് നമുക്ക് എല്ലാവർക്കും ഉള്ള കപ്പയും മീൻകറിയും കൊണ്ടാ വന്നിരിക്കുന്നത്. ഉച്ചയൂണിന്റെ സമയത്ത് എടുക്കാല്ലേ സർ? എനിക്ക് വേണ്ട. അങ്ങനെ പറയില്ല സാർ. ഇത് കാഞ്ഞിര സാർ നമുക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വന്നതല്ലേ. സാറ് കുറച്ച് കഴിക്കണം. എനിക്ക് വേണ്ട, വേണ്ട. കഷ്ടമാണ് സർ. എനിക്ക് 12 മണിക്ക് താലൂക്ക് ഓഫീസിൽ പോകണം. കൊണ്ടുപോകാനുള്ള അപേക്ഷ എടുത്ത് വെക്ക്.
പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ 3 മണിയാവും. അതുകൊണ്ട് ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്നാ. എങ്കിലും സാറ് വരുമ്പോ കഴിക്കാൻ കുറച്ച് കപ്പ മാറ്റി വെക്കാം അല്ലേ സാർ? വേണ്ടാന്നാണല്ലോ ഞാൻ പറഞ്ഞത്. മലയാളം പറഞ്ഞ കാഞ്ഞെനിക്ക് മനസ്സിലാവില്ലേ? ഇത് വലിയ കഷ്ടമാണ്. കൂടെ ജോലി ചെയ്യുന്ന ഒരാള് എന്തെങ്കിലും സ്നേഹത്തോടെ കൊണ്ടുവരുമ്പോ അത് വേണ്ടാന്ന് പറഞ്ഞ വലിയ കേമത്തൊന്നുമല്ല. സാറ് പോട്ടെ കാഞ്ഞിര സാറേ, നമുക്ക് കഴിക്കാം. അല്ല പിന്നെ കഴിച്ചു തീർക്കുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും കാഞ്ചന സാറിന് വേണ്ട. അത് ഞാൻ ഏറ്റു. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാനൊരു 12:30 അവിടെ എത്തും. സാർ, ഫയൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ശരി സാർ. വെയിലത്ത് താലൂക്ക് ഓഫീസ് വരെയും തിരിച്ച് നടക്കണം. വിശപ്പും തുടങ്ങി. സാർ എവിടെപ്പെട്ടു വരുന്നു? താലൂക്ക് ഓഫീസർ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സാറ് ശരിക്കും ക്ഷീണിച്ച മട്ടുണ്ടല്ലോ. ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നുകിൽ ഒരു ബൈക്ക് വാങ്ങുക, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചുകൂടെ? ഞാൻ ക്ഷീണിച്ചു എന്ന് ശങ്കർകുട്ടി പറഞ്ഞാൽ പോരല്ലോ. 4-5 കിലോമീറ്റർ നടക്കുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന ഒരാളല്ല ഞാൻ. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകും. അന്നൊക്കെ നടന്നു തന്നെയാണ് പോകുന്നത്. ശരി. ഹലോ, രാജീവേ. അയ്യോ, വിളിക്കാൻ മറന്നതല്ല. പുതിയ സ്കൂട്ടർ വാങ്ങുന്ന കാര്യം ആലോചിക്കുകയാണ്. പക്ഷെ മോഹനേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്കറിയാം. ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന്. എന്നാലും ഒരു വീടാകുമ്പോ നമുക്ക് മറ്റു ചില കാര്യങ്ങളൂടെ ആലോചിക്കണമല്ലോ. പുതിയ സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചെന്റെ വാശിക്ക് മോഹനേട്ടന് ഭക്ഷണം പോലും കഴിക്കാതെ പോയിരിക്കണേ. നമസ്കാരം ബ്രോ സാറേ. നമസ്കാരം. കരവടയ്ക്കാൻ വന്നതാ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്ക് എന്താ വിശേഷം? ഒരു വിശേഷവും ഇല്ല. പഴയ രസീത് കൊണ്ടുവന്നിട്ടുണ്ടോ ഗോവിന്ദൻകുട്ടി? പഴയ രസീത് വീട് മുഴുവൻ നോക്കിയിട്ട് കാണുന്നില്ല സാറേ. പഴയ രസീതില്ലെങ്കിൽ തള്ളപ്പേര് തപ്പാൻ പാടാ ഗോവിന്ദൻകുട്ടി. നീ പോയി എങ്ങനെയെങ്കിലും ആ പഴയ രസീത് തപ്പിക്കൊണ്ടുവാ. ഇനിയും പോയിട്ട് വരണോ സാറേ? നിന്റെ രജിസ്റ്റർ നമ്പർ എത്രയാണെന്നറിയോ? അതും അറിയില്ല. പിന്നെ എങ്ങനെ ഗോവിന്ദൻകുട്ടി അത് കണ്ടുപിടിക്കുന്നത്? കടൽ പോലെ കിടക്കുകയല്ലേ സ്ഥലം. ഏത് രജിസ്റ്ററിലാ നിന്റെ പേരെന്ന് എങ്ങനെ അറിയും? എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോയി ഒന്നുകൂടെ നോക്കാം സാറേ. അല്ല, ഗോവിന്ദൻകുട്ടി സാധാരണ കരമടയ്ക്കാൻ ഇങ്ങനെ വരാറില്ലല്ലോ. ഞങ്ങൾ 4-5 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞാലേ വരാറുള്ളൂ. അല്ല, ഇതെന്ത് പറ്റി? അനിയത്തി MA ചേർന്നു. ഒരു സ്കൂട്ടർ വേണമെന്ന് അവക്കൊരാഗ്രഹം. നന്നായി പഠിക്കുന്ന കൊച്ചല്ലേ. ഇത്രയും കാലം അവള് വലിയ ആവശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരാഗ്രഹം പറയുമ്പം സാധിച്ചു കൊടുക്കണ്ടേ? ലോണായിട്ട് വണ്ടി കിട്ടും. കരവടച്ച രസീത് കൊടുത്താ മതി. അതെന്തായാലും നന്നായി. അവള് വലിയ ആഗ്രഹമൊന്നും പറഞ്ഞില്ലല്ലോ. ഇക്കാലത്ത് സ്കൂട്ടർ എന്ന് പറയുന്നത് ആഡംബരമല്ല, ഒരാവശ്യമാണ്. അത് നടത്തി കൊടുക്കണം. ഇതുപോലൊരാഗ്രഹം സാധിച്ചു കൊടുത്താൽ അവക്ക് സന്തോഷാവും. ഇപ്പൊ പഠിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അപ്പ പഠിക്കുകയും ചെയ്യും. അതെ. നമസ്കാരം സാർ. എന്താ പ്രശ്നം? അത് സാറേ, ഗോവിന്ദൻകുട്ടി കരമടയ്ക്കാൻ വന്നതാ. പഴയ രസീത് ഇല്ലാത്തതുകൊണ്ട് രജിസ്റ്റർ തപ്പിയെടുക്കാൻ പാടാണെന്ന് പറയായിരുന്നു. രജിസ്റ്റർ 11 നോക്ക്. ഈശ്വരാ, മോഹനേഷ് സാറിന് അത് ഓർമ്മയുണ്ടോ? ഈ വില്ലേജിലെ സകല സ്ഥലവും സാറിന്റെ ഉള്ളം കയ്യിലെ വരകൾ പോലെയാ സാറിന്.
അറിഞ്ഞത് സാറായതുകൊണ്ട് ഇനി ഒരു സംശയമില്ല. രജിസ്റ്റർ 11 തന്നെ ഞാൻ എടുത്തു തരാം കാഞ്ചന സാറിന്. ഹലോ. ആ മോനട്ട ഞാനാ. ഞാൻ തോൽവി സമ്മതിച്ചു, അത് പറയാനാ വിളിച്ചത്. പുതിയ സ്കൂട്ടർ വാങ്ങാനുള്ള ആലോചനയെ കളഞ്ഞു. തീർന്നില്ലേ പ്രശ്നം? ഒരു സ്കൂട്ടറിന്റെ പേരിൽ നമ്മൾ എന്തിനാ മോഹനട്ട പിണങ്ങണത്? എനിക്ക് സ്കൂട്ടർ വേണ്ട. വാക്കാണല്ലോ. വാക്ക് എന്റെ മോഹനേട്ടനാണേ സത്യം. ശരി, ഇനി ഞാൻ വല്ലതും കഴിച്ചോളാം. ശരി. വിശക്കുന്നല്ലോ. ശിശുപാല, സാർ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു സാർ. കാഞ്ചനുണ്ടെന്ന് കപ്പയും മീൻകറി ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല അസൽ കറിയായിരുന്നു സാർ. ഇത്രയും രുചിയുള്ള മീൻകറി എന്റെ ജന്മത്ത് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കുള്ള എന്താ വാക്ക് വെക്കാന്ന് കാഞ്ചന പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ വേണ്ടത് സാറ് പറഞ്ഞല്ലോ. പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷേ കഴിച്ചോണ്ടിരുന്നപ്പോഴും കാഞ്ചന സാർ പറഞ്ഞതാ കുറച്ച് മാറ്റി വെക്കാൻ. അപ്പൊ ഞാനാ പറഞ്ഞത് മോഹന സാർ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല എന്ന്. വെറുതെ മാറ്റി വെക്കണ്ടെന്ന്. മുഴുവൻ ഞങ്ങൾ കഴിച്ചു. എന്താ സാറേ? ചോദിച്ചതേ വയ്ക്കോ. ആ സാർ. ഈശ്വര, ഇതെന്തൊരു കഷ്ടമാണ്. ഇനി ഈ നേരത്തെ എവിടെ എന്തെങ്കിലും കിട്ടുക? സാർ എന്താ ഊണ്? ഊണോ? കാഞ്ചന കൊണ്ടുവന്ന കപ്പയും മീനും അല്ലേ? ഇത് കാഞ്ചന സാറ് കൊണ്ടുവന്നതല്ല, വക്കീല് കൊണ്ടുവന്നതാ. സാറ് താലൂക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോ വക്കീലിവിടെ വന്നിരുന്നു. ഈ ചോറ്റുപാത്രം തന്നിട്ട് സൂക്ഷിച്ചു വെക്കണം, വക്കീൽ ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് കൊടുക്കാവൂ എന്ന് പറഞ്ഞു. രാവിലെ വക്കീലുമായിട്ട് പിണങ്ങി ഭക്ഷണം കഴിക്കാതെ സാറ് പോകുന്നതല്ലേ? അങ്ങനെയൊന്നുമില്ല. ചോറ്റത്തോട് വെച്ചിട്ട് ശിശുപാലം പോയിക്കോളൂ. അമ്മേ. ആഹാ, മോഹനേട്ടൻ എത്തിയോ? ഇന്ന് കുറച്ച് നേരത്തെ തോന്നല്ലോ. കുറച്ച്. എന്തു പറ്റി? ഒന്നുമില്ല, കുറച്ച് നേരത്തെ ഇറങ്ങി, അത്രേ ഉള്ളൂ. ഷർട്ട് മുട്ട് മാറി വാ, ഞാൻ ചായ എടുക്കാം. നീ എന്താ സ്കൂട്ടർ വാങ്ങണ്ടാന്ന് തീരുമാനിച്ചത്? മോഹനേട്ടൻ പറഞ്ഞോണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സ്കൂട്ടർ വാങ്ങാൻ നിനക്ക് എന്റെ സഹായം വേണ്ട, നീ വാങ്ങും എന്നല്ലേ? അത് ശരിയാ. എനിക്ക് സ്കൂട്ടർ വാങ്ങാൻ മോഹനേട്ടന് സമ്മതമോ സഹായമോ ആവശ്യമുണ്ടായിരുന്നില്ല. പുതിയ സ്കൂട്ടർ വാങ്ങിയാൽ തന്നെ മാസം പരമാവധി 1000 രൂപ ലോൺ അടച്ചാൽ മതിയായിരുന്നു. ആ പൈസ എൻ്റെ ഉണ്ടല്ലോ.
പക്ഷേ പക്ഷേ ഞാൻ ആ സ്കൂട്ടർ വാങ്ങുമ്പോ മോഹനേട്ടന് വിഷമാവും. പിന്നെ ആ സ്കൂട്ടർ കാണുമ്പോഴൊക്കെ മോഹനേട്ടന്റെ മനസ്സിൽ എന്താ തോന്നുക? എന്നെ ധിക്കരിച്ച് അവള് വാങ്ങിയ സ്കൂട്ടർ ആണല്ലോ അത് എന്ന്. ചുരുക്കി പറഞ്ഞ ആ സ്കൂട്ടർ ഞാൻ കാണിച്ച ഒരു അനുസരണക്കേടിന്റെ തെളിവായി ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്റെ മോഹനേട്ടന്റെ മനസ്സമാധാനം കളയാൻ അങ്ങനെ ഒരു സാധനം ഇവിടെ വേണ്ട. അത്രയുള്ളൂ കാര്യം. നീ സ്കൂട്ടർ വാങ്ങാതിരുന്ന എനിക്ക് സന്തോഷമായിരിക്കും. പക്ഷെ അപ്പോ ഇനിയുള്ള കാലം മുഴുവൻ നീ ഓർക്കുന്ന എന്തായിരിക്കും? നിന്നെ ആ സ്കൂട്ടർ വാങ്ങാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ എന്ന്, അല്ലേ? ഇക്കാലത്തൊരു പുതിയ സ്കൂട്ടർ എന്ന് പറയുന്നത് വലിയ ആഡംബരമൊന്നും അല്ല. എന്തായാലും ഒരു സ്കൂട്ടർ ഉണ്ടല്ലോ. അപ്പോ അത് മാറി വേർന്ന് വാങ്ങുമ്പോ പ്രശ്നമൊന്നുമില്ല. കാര്യമായിട്ടാണ് പറയണേ? അതോ എന്നെ സന്തോഷിപ്പിക്കാനായിട്ടോ? നിനക്ക് സന്തോഷം ഉണ്ടെങ്കിലല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവൂ. ഒരു സ്കൂട്ടറിന്റെ പേരിൽ എന്തിനാ നമ്മൾ നമ്മുടെ സന്തോഷം കളയുന്നേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. സ്കൂട്ടർ വേണോ വേണ്ടോ നമുക്ക് നറുക്കിട്ട് തീരുമാനിച്ചാലോ? വേണ്ട, പൈസ എടുക്ക്. പൈസ എടുക്ക്. തല വന്നിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ വേണം. പൈസ ആണെങ്കിൽ വേണ്ട. ബാഗ് കുടിക്കണോ? നോക്ക്. തീർത്തും ആവശ്യമില്ലാത്തൊരു സമരമായിരുന്നു അത്. എത്രയൊക്കെ തർക്കിച്ചാലും മോഹനകൃഷ്ണനെ പൂർണ്ണമായി ധിക്കരിച്ചൊരു തീരുമാനം സത്യഭാമ എടുക്കില്ല എന്ന് ആലോചിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തർക്കങ്ങൾ തീർത്തപ്പോൾ എന്തിനായിരുന്നു ഉച്ചവരെ പട്ടിണിയിരുന്നത് എന്ന് വില്ലേജ് ഓഫീസർ ആലോചിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം.